കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നമ്മുടെ കാസ്റ്റ് മിനിസ്റ്റർ ബ്രൈഡിലുള്ളവർക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യത്തിലാണ് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. റോമൻസ് 14:17 വായിച്ചാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. എന്താണ് ദൈവരാജ്യം? ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം എന്നാൽ എന്ത്? അതിൻ്റെ അർത്ഥം എന്ത്? ദൈവരാജ്യം ഒന്ന് നീതി, റൈറ്റസ്നെസ്. എന്താണ് നീതി? ഹല്ലേലൂയ. 2 സമാധാനം, പീസ്. 3 സന്തോഷം, ജോയ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, എന്താണ് നീതി, സമാധാനം, സന്തോഷം. നീതി, സമാധാനം, സന്തോഷം. ഈ നീതികെട്ട ലോകത്തിന് നടുവിൽ എങ്ങനെ നീതിയോടെ ജീവിക്കും? പലരും ചോദിക്കുന്ന ഒരു വാക്കാണ്. ഇച്ചിരൊക്കെ കളവും ഇച്ചിരൊക്കെ തന്ത്രവും ഇല്ലാതൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ജീവിക്കാൻ പറ്റും യേശുവിൽ നിറഞ്ഞാൽ മതി. ദുഷ്ടലോകത്തിന്റെ ശക്തി നിന്റെ മേലേക്കത്തില്ല. ദുഷ്ടലോകത്തിന് നിന്നെ തകർക്കാൻ കഴിയില്ല. ആഭിചാര ശക്തികൾക്കും അന്യായ ബന്ധനങ്ങൾക്കും നിന്നെ ഇല്ലാതിരിക്കാൻ കഴിയില്ല. കാരണം നീ ചലിക്കുന്നത് ദൈവത്തിന്റെ നീതിയിലാണ്. ഹല്ലേലൂയ. ഈ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും നമുക്ക് എങ്ങനെ ലഭിക്കും? എവിടെ കിട്ടും? എന്ത് ചെയ്താൽ മതി? മത്തായിയുടെ സുവിശേഷം 6:33 വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6:33 വായിച്ചാൽ. മത്തായി 6:33. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടുകൂടെ ഇതൊക്കെയും. അതിന്റെ മേൽഭാഗത്തുണ്ട് എന്തെടുക്കും, എന്ത് ഭക്ഷിക്കും, എങ്ങനെ ജീവിക്കും, എങ്ങനെ പാർക്കും. ഒരു സാധാരണ മനുഷ്യന്റെ പ്രൈമറി അല്ലെ അവന്റെ ബേസിക് ആയിട്ടുള്ള അവന്റെ ചിന്തകളാണിത്. എന്ത് കഴിക്കും അല്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാറില്ലേ? നിങ്ങളായിരിക്കും ചിന്തിക്കുന്നവരല്ലെന്ന് തോന്നി നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ. ഇത് 4 മണിക്ക് ചായയോടെ എന്തോ തിന്നും ചിന്തിക്കത്തില്ലേ? അല്ലേ? അത് നിങ്ങൾ ചായ പോലും കുടിക്കാറില്ലല്ലോ. അതുപോലെ എല്ലാവരും ഇരിക്കുന്നത് കണ്ടോ? നിങ്ങളങ്ങനെ ചിന്തിക്കുന്നവരല്ല. സോറി. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ, എന്തോ നാളെ കഴിക്കുന്നത്. ചിന്തിക്കണ്ടായോ? എന്നാ വചനം പറയുന്നു, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ അന്നേ ചൊല്ലി ഉത്കണ്ഠ ഉണ്ടാകുക, ടെൻഷൻ ഉണ്ടാകുക. നമുക്ക് ചിന്ത വന്നാലും ഇതൊക്കെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും? എൻ്റെ ജീവിതത്തിൽ നാളെ എങ്ങനെ കാര്യങ്ങൾ പോകും? എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നടക്കുമെന്നേ ഒരുവൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ആ ഉത്കണ്ഠ ഉണ്ടാകാത്ത തരത്തിൽ ഒരു വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ അവൻ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിന്, അതോടുകൂടെ ഇതൊക്കെയും ഏത് ജീവിതത്തിന് വേണ്ടുന്ന അടിസ്ഥാന വസ്തുതകൾ ഉണ്ടാവും. അപ്പം ദൈവത്തിന്റെ രാജ്യം എന്നതിന്റെ പ്രധാനപ്പെട്ട വസ്തുതകൾ ഞാൻ പറഞ്ഞു. അതിന്റെ സൈലന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാ പറഞ്ഞത്? 1 നീതി, 2 സമാധാനം, 3 സന്തോഷം. അപ്പൊ അതിന്റെ ഉറവിടമായ ക്രിസ്തുവിനെ നിങ്ങൾ അറിഞ്ഞാൽ, ഈ 3 വസ്തുതകളുടെയും ഉടമസ്ഥനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങളുടെ അകത്തുണ്ടായാൽ നിങ്ങൾ സമ്പന്നരാണ്. ഹല്ലേലൂയ. റോമൻസ് 5:17. റോമൻസ് 5-ാം അധ്യായം 17-ാം വാക്യം. ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. എന്തിന്റെ സമൃദ്ധിയാ? കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും.
എന്താ എഴുതിയേക്കുന്നത്? എന്തോ എഴുതിയേക്കുന്നത്? ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തി ഇങ്ങനെ ഒന്ന് വിളിച്ചേ. ഹലോ ഹലോ, ഒന്ന് വിളിച്ചേ. ഇത് കേൾക്കുന്നുണ്ടോ ചോദിച്ചേ. സ്തോത്രം. എല്ലാരും ചോദിച്ചോ? എല്ലാരും ചിരിച്ചോണ്ടിരിക്കുകയല്ലേ? ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ജീവനിൽ അധികമായി വാഴും. ആരാ യേശു ക്രിസ്തു? കൃപയുടെയും നീതിയുടെയും ഉടമസ്ഥനായവൻ. കണ്ടിട്ട് മനസ്സിലായോ? കൃപയുടെയും നീതിയുടെയും ഉടമസ്ഥനായവൻ മുഖാന്തരം നിങ്ങൾ, ഞാൻ, ആ നെഞ്ചത്തോട്ട് കൈവച്ച്, ഞാൻ, ആ നെഞ്ചത്തോട്ട് എല്ലാവരും കൈവച്ച്. വെക്കാത്തവരൊന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിട്ട് പറ, കൈ വെക്കാൻ പറ. ഒന്ന് എത്തിക്കുത്തി കഴിഞ്ഞിട്ട് നെഞ്ചത്തോട്ട്, ആ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറ, ഞാൻ ജീവനിലധികമായി വാഴും. രാമീൻ പറഞ്ഞാൽ ഹല്ലേലൂയ. 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം 21-ാം വാക്യം. 2 കൊരിന്ത്യൻസ് 5:21. പാപമറിയാത്തവനെ, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നീതീകരണം ഉണ്ടാകുന്നത് കൊടുത്തിരിക്കുക. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കേട്ടോ? അപ്പൊ ദൈവത്തിന്റെ നീതീകരണം നമ്മളിൽ ഉണ്ടാകേണ്ടതിന് സകല പാവങ്ങളെയും രോഗങ്ങളെയും ശാപങ്ങളെയും ഒരുവന്റെ മേൽ എന്ത് ചെയ്തു? സമർപ്പിച്ചു. അതാണ് കാൽവറി കൊലക്കളത്തിൽ നടന്ന പരമയാഗം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ നീതീകരണം എവിടെ? യേശു ക്രിസ്തുവിൽ. നിങ്ങളുടെ ജീവിതത്തിൽ നീതീകരണം സാധ്യമാകുന്നത് എങ്ങനെ? യേശു ക്രിസ്തു എന്ന വെളിപ്പാടിൽ നിങ്ങൾ നിറയുമ്പോൾ. ഹല്ലേലൂയ. ആ വാക്യം പൂർണ്ണമായോ? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-20 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. എന്താ ഈ ശിശുമാർ എന്നത്? യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുക. ഇന്ന് ഇസ്രായേൽ അല്ലെ യഹൂദന്മാർ എവിടെങ്കിലും ആർക്കെങ്കിലും മനുഷ്യത്വപരമായ അല്ലെങ്കിൽ മനുഷ്യത്വപരമല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് കാണുമ്പോൾ ഇവിടെ നിന്ന് ഇസ്രായേൽ ബോംബിട്ടെ എന്ന് പറഞ്ഞ് കൈയടിക്കുന്ന ഒരുപാട് ബൈബിൾ പിടിച്ച് നടക്കുന്നവരുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നവനല്ല. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ പുതുനിയമം പറയുന്ന ഇസ്രായേലിൻ ആരാണ്? യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിൽ നിറഞ്ഞവനാണ് പുതുനിയമം പറയുന്ന ഇസ്രായേൽ. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്തിലായിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന സമൂഹം ഒരു പദ്ധതിക്ക് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ആ പദ്ധതി എന്താണെന്നുള്ളത് വിശദീകരണത്തിലേക്ക് ഇപ്പം ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഹല്ലേലൂയ അത് മുന്നമേ ഉള്ള നിശ്ചയമാണ്. ഹല്ലേലൂയ. അത് എല്ലാം ദൈവഹിതമോ ദൈവ പദ്ധതിയോ എന്ന് പറയുവാൻ കഴിയുകയില്ല. ദൈവം അനുവദിച്ചിട്ട് തന്നെയാണ് എന്ന് പറയാൻ പറ്റും. പക്ഷേ അവരുടെ പ്രവർത്തികളെല്ലാം ദൈവഹിതം എന്ന് പറയുവാൻ സാധിക്കുകയില്ല. കാരണം അന്ത്യനാളിൽ അവരെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് ലോകം കാണേണ്ടതുണ്ട്. അത് വെളിപ്പെടുമ്പോഴാണ് ക്രിസ്തുവിലായവന്റെ പ്രത്യേകത വെളിപ്പെടുന്നത്. കേട്ടോ? അത് വെളിപ്പെടുമ്പോഴാണ് സഭ എന്തെന്നറിയുന്നത്. അത് വെളിപ്പെടുമ്പോഴാണ് യേശുവിനെ കാത്തിരുന്ന മണവാട്ടിയായ സഭയെ കുറിച്ചുള്ള ബോധ്യം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ യഹൂദന്മാരെ പേടിച്ച് ആരിയ്ക്കുക അവിടെ? ശിഷ്യന്മാര് മുരുടെ വാതിലടച്ചിരിക്കും. വായിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവ് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. വായിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് എപ്പോഴാ ശിഷ്യന്മാർ സന്തോഷിച്ചത്? കർത്താവിനെ കണ്ടപ്പോൾ, കർത്താവ് മുന്നിൽ നിന്നപ്പോൾ, കർത്താവിന്റെ പ്രസൻസ് വന്നപ്പോൾ അവർ സന്തോഷിച്ചു. ഭീതി കൊണ്ട് മുറിയടച്ച് നാളെ നമുക്ക് എന്ത് സംഭവിക്കും എന്നതിന് ഒരു ഉറപ്പുമില്ലാതിരിക്കുമ്പോൾ തങ്ങളുടെ നാഥനെ
നമ്മുടെ അരുമനാഥനെ ഇല്ലായ്മ ചെയ്ത യഹൂദ ജനം, മത തീവ്രവാദികളായ യഹൂദന്മാർ പഴയ നിയമ കൽപ്പനകളെ ഉപകൽപ്പനകളെയും അതിന്റെ അടിസ്ഥാനത്തിൽ സകല എതിര് വരുന്ന ശക്തികളെ കൊന്നൊടുക്കാൻ പഠിപ്പിക്കുന്ന യഹൂദജനം നമ്മളെയും ഇല്ലായ്മ ചെയ്യുമെന്ന് ഒരു തിരിച്ചറിവോടുകൂടെ അവർ അകത്തും ഭയപ്പെട്ടിരിക്കുകയാണ്. ശിഷ്യന്മാർ അകത്തും ഭയപ്പെട്ടിരിക്കുന്നു. എന്നാൽ യഹൂദന്മാരെ പേടിച്ചിരുന്നവരുടെ നടുവിൽ യേശു വെളിപ്പെടുകയാണ്. യേശു അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ലോകം എന്തു പറയുന്നു? നിങ്ങൾക്ക് ആപത്തുണ്ട്, നിങ്ങൾക്ക് അനർത്ഥമുണ്ട്. നിങ്ങളുടെ ഈ മുറിക്ക് പുറത്ത്, നിങ്ങൾ ആയിരിക്കുന്നതിന്റെ വെളിയിലേക്ക് നിങ്ങൾ നോക്കൂ. ദോഷകരമായ പലതും ഇങ്ങനെ ചാഞ്ചാടുകയാണ്, ദോഷകരമായ പലതും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നാളെ ഇത് നിനക്ക് നേരെ വരാൻ പോകുന്നു, നാളെ ഇത് നിന്നെ തകർത്ത് കളയും. ലോകം വിളിച്ചു പറയുന്നു. എന്നാൽ യേശു പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. അവർ യേശുവിനെ ഉറ്റുനോക്കി, അവർ യേശുവിലേക്ക് തന്നെ ശ്രദ്ധ വെച്ചു. അവർക്ക് സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. They are filled with joy. അവർ സന്തോഷത്താൽ നിറയപ്പെട്ടു. എപ്പോൾ അവർ സന്തോഷത്താൽ നിറയപ്പെട്ടു? യേശുവിന്റെ പ്രസൻസ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ, യേശുവിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ അവരുടെ ദുഃഖം മാറി, അവരുടെ ഭയം മാറി, അവരുടെ നിരാശ മാറി. ഒരു മതചിന്തകൾക്കും മതസംഘടനകൾക്കും ഞങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല എന്നുള്ള ബോധ്യം അവരുടെ അകത്ത് നിറയപ്പെട്ടു. പിടികിട്ടുന്നുണ്ടോ? കാരണം ആരടുത്തുണ്ട്? യേശു അടുത്തുണ്ടെങ്കിൽ നിന്നെ കണ്ണു നിറയില്ല. യേശു അടുത്തുള്ള നീ പേടിക്കുകയില്ല. ഹല്ലേലൂയ. കൊലവിളി വിളിച്ച് തകർത്തുകളെയും ഇല്ലായ്മ ചെയ്തുകളെയും ആരാധനാലയങ്ങളെ ചുട്ടുകരിക്കുന്നു. ദേവദാസന്മാരെ റോഡിലിട്ട് വലിക്കുന്നു, വിശ്വാസികളെ തല്ലിക്കൊല്ലുന്നു. ഇത് കണ്ട് നീ പേടിക്കണ്ട. നീ ആ ഗണത്തിൽ പെട്ടവനല്ല കേട്ടോ. ആ ഗണത്തിൽ പെട്ടവനല്ല. തീ മാറുന്ന ഒരു ഗണം, യേശുവിന്റെ തീ മാറുന്ന ഒരു ഗണമായി നിങ്ങൾ മാറട്ടെ. സംഘടിത സംവിധാനങ്ങളുണ്ട്, അവർക്ക് വാളുണ്ട്, ആയുധങ്ങളുണ്ട്. അതിനേക്കാളും വലുത് നിനക്കുണ്ടെന്ന് കേട്ടോ. ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ ഉണ്ടാക്കിയവൻ എന്റെ അകത്തിരിക്കുന്നു. പ്രാർത്ഥനയാലും ഉപവാസത്താലും ഹല്ലേലൂയ ദുഷ്ടശക്തികളെ നിർവീര്യമാക്കുവാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ കാൽവരി കൊലക്കളത്തിലെ പൂർത്തീകരണ ശുശ്രൂഷകളെ മഹത്വത്തിൽ ആശ്രയിപ്പിച്ച ജനമേ, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ ആനന്ദിക്കുക. ചുറ്റും കാണുന്ന ഭയപ്പെടുത്തുന്ന വിഷയങ്ങളിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. അവയൊക്കെ നടക്കേണ്ടതല്ലയോ? അവ നടക്കട്ടെ. നിങ്ങളെ തെരഞ്ഞെടുത്തതിന്റെ പദ്ധതി, നിങ്ങളെ വിളിച്ചതിന്റെ പദ്ധതി എന്താണെന്ന് ലോകം അറിയാൻ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യം പൂർണ്ണമായും ഹല്ലേലൂയ. റൈറ്റസ്നെസ്, പീസ് ആൻഡ് ജോയ്. ഞാനത് എവിടെ കാണുന്നു? യേശു ക്രിസ്തു കാൽവരി കൊലക്കളത്തിൽ സകലവും തകർക്കപ്പെട്ട സകലവും എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ച് ഒരു മനുഷ്യനെന്ന് തോന്നിക്കുന്ന ഒരു തലത്തിൽ പോലും അല്ലാതെ വികൃതരൂപിയായി ഉഴവുചാല് പോലെ ശരീരം കീറ്റപ്പെട്ട് ക്രൂശിൽ അവൻ നഗ്നനായി കിടക്കുമ്പോൾ എന്റെയും നിന്റെയും നന്മ കണ്ടു, എന്റെയും നിന്റെയും വിടുതൽ കണ്ടു. ആ കർത്താവ് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കയില്ല എന്ന് പറഞ്ഞാട്ട്, ഞാൻ ഭയപ്പെടുന്നത് എന്റെ ജീവിതത്തിൽ സംഭവിക്കയില്ല. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കും. അരുമനാഥ, പ്രിയ പിതാവേ, ഭയപ്പെടുത്തുന്ന, അസ്വസ്ഥതയുണ്ടാക്കുന്ന, ഭാരമുണ്ടാക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ചുറ്റുമുണ്ട്. എന്നാൽ ഞങ്ങൾ അങ്ങയിൽ മാത്രം ശ്രദ്ധ വെക്കും. മരണത്തെ ജയിച്ചവൻ, പാതാള ഗോപുരങ്ങളെ തകർത്തവൻ, സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടും ലോകത്തെ നേടിയവൻ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ അത് മാത്രം ചിന്തിച്ച് മുന്നോട്ട് ചൂടുവെക്കുക ഞങ്ങളങ്ങ് പ്രാപ്തമാക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. സ്വർഗീയ സന്തോഷത്താൽ, മഹത്വത്താൽ, ശക്തിയാൽ സകലം നിറയപ്പെടട്ടെ.
സകല രോഗബന്ധനങ്ങളും അഴിയട്ടെ. ദുഷ്ടം കെട്ടുന്ന കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. നിന്നെ ചൊല്ലി വാദിക്കുന്നത് നിന്റെ മുന്നിൽ മുട്ടുകുത്തുക തന്നെ ചെയ്യും. കർത്താവിന്റെ കൃപയുടെ വ്യാപാരം വെളിപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. എന്റെ തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ലാസ്റ്റ് മിനിസ്റ്റർ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നോട് വിളിച്ചു പറയുകയാണ്, സന്തോഷവും സമാധാനവും ആനന്ദവും ജോയി അത് നിങ്ങളിൽ വന്ന് നിറയട്ടെ. അതിനെന്റെ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നീതീകരണം, സമാധാനം, ശുദ്ധീകരണം ഇതെല്ലാം ക്രിസ്തുവിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ.